ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 5 സമ്മർ പ്ലാന്റ്സ് ബെസ്റ്റ്. അതിലൊന്നാമത്തതാണ് അഡീനിയം. എപ്പോഴും വേനൽക്കാലത്ത് മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വരുന്നത് ബോഗൺവില്ലയാണ്. ഇതും അതേപോലെയാണ്, വേനൽക്കാലത്ത് മാത്രം പൂക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ ഹൈബ്രിഡ് ഏത് സീസണിലും പൂവുണ്ടാകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് നന്ദിയാർവട്ടം. ഇതും ഏറ്റവും കൂടുതൽ പൂ ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ്. ഇതൊരു ഔഷധ ചെടി കൂടിയാണേ. ഇതിൻ്റെ പൂവും ഇലയും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഇത് പഴയൊരു ചെടിയാണ്. ഞങ്ങൾ വിളിക്കുന്നത് നന്ദിയാർവട്ടം എന്നാണ്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം വേറെയാണ്. പിന്നെ നിത്യകല്യാണി, പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്നൊരു ചെടിയാണ്. ഇതിന് ശവനാറി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് നല്ലൊരു ഔഷധ ചെടി കൂടിയാണേ. ഇത് എപ്പോഴും വേനൽക്കാലത്ത് മാത്രമേ പൂക്കുള്ളൂ. ഇത് പിന്നെ എൻ്റെ ജെറബറ പ്ലാന്റ് ആണ്. ഇതും ഈ സീസണിൽ നല്ലോണം പൂക്കളുണ്ടാവും. പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ധാരാളം പൂക്കളുണ്ടായിരുന്നു. 4 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. നന്നായി പൂക്കുന്ന ചെടിയാണ്. ഇപ്പോൾ പൂവ് വെള്ളം കുറഞ്ഞത് കാരണം പൂവ് പോയി. എക്സോറ, ഇതും വേനൽക്കാലത്ത് നല്ല പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. ധാരാളം പൂക്കളുണ്ടാവും. ശരിക്കും ഈ ചെടികളൊന്നും ചട്ടിയിൽ നട്ട് വളർത്തണമെന്നില്ല, പറമ്പിൽ നട്ടാലും മതി. ഇതും എക്സോറൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് പറമ്പിൽ നിലത്ത് നട്ടതാണ്. ഇതെൻ്റെ ഇഷ്ടപ്പെട്ട റോസാണ്, ബട്ടൺ റോസാണ്. നന്നായി പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇട്ടതാണ്. നല്ല ചെടിയാണ്, കമ്പ് നട്ട് കിളിർക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് ഒരു തണ്ട് തന്നെ എത്രയോ പൂക്കൾ. ബട്ടൺ റോസാണ്. നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂവ് കാണാൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ.